ബ്രഹ്മയുഗം 12 ദിവസത്തെ വേൾഡ് വൈഡ് ആൻഡ് കേരള കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അതിന് മുന്നോടി ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഈ ഒരു ചിത്രം 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. എന്നാൽ കേരളത്തിൽ നിന്നും മാത്രമാണ് കേട്ടോ ഈ ഒരു ചിത്രത്തിന് കുറവ്. 20 കോടി ആ ഒരു ലെവലിലേക്ക് വന്നിട്ടേ ഉള്ളൂ ഈ ഒരു 12 ദിവസം കൊണ്ട്. എന്നാൽ മറ്റുള്ള സ്ഥലം 30 കോടിക്ക് മുകളിൽ ഈ ഒരു ചിത്രം കളക്ട് ചെയ്യാൻ സാധിച്ചു. മെയിനായിട്ട് GCC രാജ്യങ്ങളിൽ നിന്നും അതുപോലെ യൂറോപ്പിൽ നിന്നുമാണ് ഏറ്റവും വലിയ ഒരു കളക്ഷൻ ഈ ഒരു ചിത്രം ലഭിച്ചിരിക്കുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ ആയിട്ട് വലിയൊരു കളക്ഷൻ ഈ ഒരു ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നു. ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും ഈ ഒരു ചിത്രത്തിന് കേരളത്തിൽ നിന്ന് വലിയൊരു തിയേറ്റർ കൗണ്ട് നേടിയെടുക്കാൻ ഈ ഒരു ചിത്രത്തിന്റെ വിതരണ അവകാശം നേടിയിട്ടുള്ള ആന്റോ ജോസഫിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വലിയൊരു വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു സിനിമ ഇങ്ങനെ ഒരു ലെവലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തിയേറ്റർ കൗണ്ട് കൂട്ടാൻ അവർ ശ്രമിക്കണമായിരുന്നു. ഇനി മമ്മൂക്ക ഫാൻസ് പറയുന്നത്, ആരാധകർ പറയുന്നത് എന്തെന്നാൽ ഇനിയൊരു മമ്മൂക്ക ആന്റോ ജോസഫ് ചിത്രം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചിത്രം ഞങ്ങൾ ബഹിഷ്കരിക്കും എന്നാണ് പറയുന്നത്. 4 ചിത്രങ്ങൾ തകർത്തോടുമ്പോഴും ഈ ഒരു 12ാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കും 1 കോടി 20 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് ആയിട്ട് 55 കോടിക്ക് മുകളിലാണ് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. വലിയൊരു കളക്ഷൻ തന്നെയാണ്. ഈ ഒരു ക്ലാസിക് ചിത്രം കൊണ്ട് ഒരു മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയ്ക്കും ഈ ഒരു ക്ലാസ് ലെവൽ ചിത്രം കൊണ്ട് ഇത്രയ്ക്കും വലിയൊരു കളക്ഷൻ നേടുന്നത് ആദ്യമായിട്ടായിരിക്കും. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എന്താണ് അവസ്ഥ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സിനിമ മല്ലു.